മലയാളം ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ നൂറ ആദിലിനോട് പറയുകയാണ്, ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ബിഗ് ബോസ് വീട്ടിൽ ഡേ 1 തൊട്ട് ഞാൻ ഒരാളെയാണ് ശ്രദ്ധിക്കുന്നത്, അനീഷേട്ടൻ. അനീഷേട്ടൻ ഒരു ഗ്രൂപ്പിലോ ഇൻവോൾവ് ആവുന്നില്ല. പക്ഷേ ഇവിടെ പല കോമഡികളും പൊട്ടത്തരങ്ങളും ഒക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ്. നമ്മളത് ശ്രദ്ധിക്കണം. ഞാനത് വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഒരു ഗെയിമിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ബേബീൻ്റെ കുറ്റം വേറെ ആരോട് പോയി പറയാറില്ല. എനിക്കെന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ ബേബീനോട് മാത്രമാണ് വന്ന് പറയാറുള്ളത്. അതുപോലെ ആകണം നമ്മളും. ഇനി ആരുടെയും ഗ്രൂപ്പിൽ പോയി പെടരുത്. നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തു പോകുന്നൊരു ഷോയാണ്. പിന്നെ ലാലേട്ടനെ പോലെ അത്രയും റെസ്പെക്റ്റ് ഉള്ള ഒരാൾ പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പം നമ്മൾ ബേബിക്ക് എത്ര ദേഷ്യം വന്നു കഴിഞ്ഞാലും ഇനി ഈ ബിഗ് ബോസ് വീട്ടിൽ തെറി വിളിക്കാൻ പാടില്ല. നാളെ തൊട്ട് ബേബി ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിൻ്റെ വീട്ടിൽ പോയി വിളിക്കുക, അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ലാലേട്ടൻ ആ ഒരു കാര്യം പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓർമ്മ വെക്കുക. ട്രിഗർ ചെയ്യിപ്പിക്കാൻ വേണ്ടി പലരും പലതും പറയാൻ ശ്രമിക്കും. പക്ഷെ നമ്മളതിൽ പോയി പെടരുത്. എനിക്ക് ആ ഒരു കാര്യം മാത്രമാണ് ബേബിനോട് പറയാനുള്ളത്. നാളെ തൊട്ട് നമ്മളത് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വീട്ടിൽ പോയി പറ എന്ന് പറയുമ്പോൾ വീട്ടുകാരുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല ഇവിടെയുള്ളവർ അങ്ങനെ ചെയ്യുന്നതോ അങ്ങനെ പ്രവർത്തിക്കുന്നതോ. നമ്മളങ്ങനെ പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് ബേബിനോട് പറയാനുള്ളത് ഒറ്റൊരു കാര്യം മാത്രമാണ്, ഗ്രൂപ്പൊന്നുമില്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഗ്രൂപ്പിൽ പോയി പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ സംസാരിക്കുന്ന ടോക്ക് എല്ലാം പുറത്തു പോകും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം.